മനസ്സ് ഇല്ലാത്തത്. ഏതുപോലെ? കാട് ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ എപ്രകാരം ഇരിക്കുമോ അപ്രകാരം. കാടില്ലാന്ന് ആര് പറഞ്ഞു സ്വാമി? കാടുണ്ട്. പണ്ടത്തെ അത്ര ഇല്ലെങ്കിലും ഉണ്ട് കാട്. ഉണ്ടോ? കാടുണ്ടോ? കാട് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റുമോ? പറ്റും. ശരി, നമ്മൾ കാട്ടിൽ പോയിരിക്കാം. സ്വാമി നിങ്ങളോട് ചോദിക്കുന്നു, ഇതിൽ കാട് എവിടെ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ കാണിക്കുക? വൃക്ഷങ്ങളാണ് ഉള്ളത്, കാടില്ലാത്തതാണ്. വൃക്ഷങ്ങളുടെ സമ്മേളനത്തിനെയാണ് നമ്മൾ എന്തു പറയുക? കാട്. ചിന്തകളുടെ സമാഹാരമാണ് മനസ്സ്. അറിയോ? ഇതിൽ ഓരോ വൃക്ഷത്തെ അങ്ങോട്ട് വെട്ടി മാറ്റിക്കഴിഞ്ഞാൽ എന്തുണ്ടോ? കാടില്ല, അല്ലേ? അപ്പൊ കാടില്ലാത്തതാണ്. കാടുണ്ടാവുന്നത് എപ്പോഴാണ്? വൃക്ഷങ്ങൾ കൂടിച്ചേരുമ്പം. മനസ്സ് എന്ന് പറയുന്നത് ചിന്തകളാണ്. അപ്പൊ ഇതൊരു ധ്യാനം എന്ന് പറയുന്നത് കാട് വെട്ടലാണ്. നായാട്ട് ഇതിൻ്റെ പ്രതീകമാണ്. നമ്മൾ വിചാരിച്ചു ഇവർ കുതിരയെടുത്ത് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി മൃഗങ്ങളെ കൊല്ലലാണെന്ന്. ഇതിൻ്റെ ഉള്ളിലേക്ക് മനസ്സിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിനെയാണ് നായാട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ഷത്രിയന്മാരത് ചെയ്യണം. ഇല്ലെങ്കിൽ നാട്ടിൽ ബാക്കിയുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ മെഡിറ്റേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് കുഴപ്പമാണ്. ഇതിനൊക്കെ വളരെ സിംബോളിക്കായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ നമ്മൾ വിചാരിച്ചത് ഇവിടുന്ന് ഇംഗ്ലീഷുകാർ വന്ന് ഇതിനെയൊക്കെ വെടിവെച്ച്, നമുക്കൊന്നാമത് മൃഗങ്ങളെ കൊല്ലുന്ന പരിപാടി ഭാരതത്തിന് ഉണ്ടായിട്ടില്ല. ഒരു കുറുക്കനെ പോലും വെടിവെക്കാനുള്ള ഇത് നമ്മൾ നിയമം പാസ്സാക്കിയിട്ടില്ല. പിന്നെ ഓരോരുത്തർ ചെയ്യുന്നു.